വിശ്വാസികൾക്ക് ആശ്രയ കേന്ദ്രമാണ് മാഹി പള്ളി. എന്നാൽ ചരിത്രകാരന്മാർക്കിത് മറ്റൊന്നാണ്. ചരിത്രമുറങ്ങുന്ന നാട്. കേരളത്തിലെ ഫ്രഞ്ച് ദേവാലയമാണിത്. ഫ്രഞ്ചു കാലത്തിൻ്റെ അടയാളങ്ങളാണ് ഇവിടെയുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന ക്രിസ്തീയ ദേവാലയങ്ങളിലൊന്നാണ് മാഹിയിലെ സെന്റ് തെരേസാസ് ചർച്ച്. 1723 ഇത് നിലവിൽ വന്നത്. മാഹി മിഷൻ എന്ന പേരിലായിരുന്നു മാഹിയിൽ ക്രൈസ്തവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1736 ഇത് ഒരു പള്ളി എന്ന നിലയിലേക്ക് മാറി. ഈ സമയത്തോടടുപ്പിച്ചാണ് ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ രൂപം കൊള്ളുന്നതും. മയ്യഴി മാതാവിൻ്റെ തിരുരൂപം കാണുക എന്നതാണ് ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ പ്രഥമ ലക്ഷ്യം. കുറേ വിശ്വാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു കൂട്ടം ആളുകൾക്ക് കടലിൽ നിന്നും കിട്ടിയതാണ് ഈ തിരുരൂപം എന്നാണ് ഒരു വിശ്വാസം. മറ്റൊന്ന്, ഒരു കപ്പൽ അമ്മ ത്രേസ്യായുടെ രൂപവുമായി കടലിൽ ഇതുവഴി പോയപ്പോൾ മാഹി എത്തി. പിന്നീട് കപ്പൽ ഇവിടെ നിന്നും അനങ്ങിയില്ല. അങ്ങനെ കപ്പലിൽ ഉണ്ടായിരുന്ന രൂപം ഇവിടെ നേർച്ചയായി സ്ഥാപിച്ച ശേഷം കപ്പൽ ശരിയായി എന്നാണ് പറയപ്പെടുന്നത്. മാഹി പള്ളിയിലെ മണിയും പേരുകേട്ടതാണ്. പാരീസിൽ നിർമ്മിച്ച ഈ മണി 1865 ഫ്രഞ്ച് നാവികർ സംഭാവനയായി നൽകിയതാണത്രേ. 76 അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് ഈ മണി ഉള്ളത്.